ഇതന്നെല്ലാ പേരാ ഇതന്നല്ലേ? ആ ഇതന്നെ ആണല്ലോ പേരാ അല്ലേ? വെല്ലടിച്ചു നോക്കിയോ? ഞങ്ങള് കുറച്ച് കൊണ്ടോട്ടിന്നാ. ഇവിടെ അല്ല കൊണ്ടോടും കേട് മരണ ആള്. അതെ ജോത്സ്യനല്ലേ? അതെ അതെ കേറിക്കോളൂ കേറിക്കോളൂ. എന്നാ പോയി. ആരാതെ ഭയങ്കര വിളിക്കണമെന്നില്ല. നാം ഇവിടെ വരുന്നു. നാ തുറക്കാം. നമ്പൂരിസ്ഥാനല്ലേ? നമ്പൂതിരി ഉസ്താദോ? നിങ്ങൾക്ക് ആള് മാറിയോ? ഇല്ലില്ല, ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ വരാൻ പറഞ്ഞത്. അത് ഇങ്ങോട്ടാണ് വരാൻ പറഞ്ഞത്. എങ്കിലും വരൂ. മറ്റാളെ പറഞ്ഞിട്ട് വന്നല്ലേ? അതന്നെ മറ്റാളെ വിളിച്ചിരുന്നു. നിങ്ങൾക്ക് അവിടെ ഇല്ല. ഓ അവിടെ ഇല്ല. ഇപ്പൊ നമ്മ ഇവിടെ ചെയ്യാറില്ല. നമ്മ അവിടെ വീട് എടുത്തിട്ട് അവിടെ ചെയ്യാറ്. ഇങ്ങോട്ട് വരലില്ല. വീട്ടിൽ നമ്മള് നോക്കാറില്ല. നിങ്ങൾ വരും. നിങ്ങൾ ഇവിടെ ഇരിക്കൂ. എവിടെ ഇവിടെ കസാലൊന്നും ഞാൻ പറഞ്ഞല്ലോ, നമ്മ ഇവിടെ ഇല്ലാത്തോണ്ട് നമ്മള് എല്ലാം ഒക്കെ അവിടുന്ന് ചെയ്യാറ്. നിങ്ങളൊന്ന് പടിഞ്ഞിരിക്കേണ്ടി വരും. നാം ഇരിക്കണ മാതിരി പടിഞ്ഞിങ്ങനെ ഇരുന്നോളാം. പടിഞ്ഞിരുന്നോളൂ. മൗലൂദിന്റെ എടുത്താം. അതെ, ഏതാ നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ ഇതേമാതിരി പടിഞ്ഞിരുന്നോളൂ. പണ്ട് മൗലൂദ് ഓരോ പേരിൽ ഇരിക്കുമ്പോഴേ അത് നമുക്കറിയില്ല. മൗലൂദ് നിങ്ങളെ ഇതിൽ പെട്ട മൗലൂദല്ലേ? നമ്മളറിയില്ല. അതല്ല, കുറച്ച് നേരെ ഇരുന്നോളൂ. നിങ്ങൾ ഈ ഇത് ഇരുത്തിരുന്നത് നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. നമ്മള് കാര്യങ്ങൾ സംസാരിക്കണ്ടേ? കുറച്ച് ടൈം എടുക്കും. ഇത് പാലൊന്നുമില്ലേ? അത് പാലെന്ന് പറഞ്ഞാൽ നമ്മള് നിങ്ങളോട് പറഞ്ഞില്ലേ, നമ്മള് എല്ലാ ഉപകരണം നിങ്ങൾ അവിടെ വീട്ടിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇവിടെ ഒന്നും നമുക്കില്ല. ഇവിടെ നിങ്ങൾ അദ്ദേഹം വിളിച്ചു പറഞ്ഞോണ്ട് നിങ്ങളെ നോക്കാന്നുള്ളു. അല്ലെങ്കിൽ നമ്മള് നോക്കില്ല. മറ്റാള് വിളിച്ച് പറഞ്ഞില്ല, അതുകൊണ്ട് നിങ്ങൾ വിട്ടേ. അല്ലെങ്കിൽ നമ്മ നോക്കില്ല. നമ്മ അവിടെ വീട്ടിലവിടെ നോക്കാറ്. ഇവിടെ ആരുമില്ല. ഇവിടെ നമ്മ ഇടയ്ക്ക് വന്നിട്ട് പോകും, അത്രേ ഉള്ളൂ. ഇവിടെ നമ്മ അവിടുന്ന് ഭക്ഷണം കഴിച്ചപ്പോ നമ്മുടെ വയറിന് എന്തോ ബുദ്ധിമുട്ടുണ്ടായി. അപ്പൊ എന്താ നമ്മൾ അവിടെ ലീവാക്കി ഇവിടെ 2 ദിവസം ഇവിടെ വെക്കാൻ വന്നേ. അതിന് നല്ലൊരു മരുന്നുണ്ട്, കൊതുക്കൂതിയാ മതി. അങ്ങനെ ചെയ്താൽ മോന്തി നേരത്തെ ഇപ്പൊ മുളകും ഇങ്ങനെ ഉഞ്ഞിട്ടിട്ട് അടുപ്പക്കാട് ഇടുക. അത് നല്ല മരുന്നാ. അങ്ങനെ ചെയ്താൽ നമ്മുടെ വയറിനൊക്കെ മാറൂലേ? ഓ അത് ശരി, അങ്ങനെ ഉണ്ട് നിങ്ങളതിലേ. അത് 1 മിനിറ്റ്, നമ്മ പെന്നും ബുക്കും ഒന്ന് എടുത്തിട്ട് വരാം. അത് താഴെ അത് എടുത്തിട്ട് വരാം. അപ്പൊ അയ്യോ, നമുക്ക് 2 ദിവസമായിട്ട് ഊരൊക്കെ ഭയങ്കര വേദനയാ. അവിടെ ഇരുന്നാ പിന്നെ നമുക്ക് പൊന്താൻ കഴിയില്ല. അതിന് നല്ലൊരു മരുന്ന് ഞാൻ പറഞ്ഞുതരാം. കൊട്ടൻ ചുക്കാലി തൈലെടുക്ക. നിങ്ങ നമുക്ക് മരുന്ന് തരാൻ വന്നാ നിങ്ങൾക്ക് ആരും പറയാ. ഇതിപ്പോ നല്ല തമാശയല്ലോ. പറയൂ നിങ്ങ പറഞ്ഞോളാ. നമ്മക്കേ നമ്പൂതിരി മൂല്യരെ. അതെ, നിങ്ങളോട് പറഞ്ഞു നേരത്തെ. നമ്പൂതിരി മൂല്യരല്ല, നമ്മ ജോത്സ്യനാണ്. നിങ്ങൾ പറഞ്ഞു, ജോത്സ്യ വിളിച്ച് പറഞ്ഞോളൂ. ജോസലേ, അതെ നമുക്ക് പണിക്ക് പോകാൻ ഭയങ്കര മടിയാണ്. മടിയാണ് പ്രശ്നം. മടിയാണ്, ഭയങ്കര മടിയാ. നമ്മളവിടെ ബസ് സ്റ്റോപ്പ് ഉണ്ട്, അതിലിങ്ങനെ ഉറങ്ങും ഞാന്. അതാണ് നിങ്ങളെ പ്രശ്നം. ആരെയും പണിക്ക് വിളിച്ചാ പോകാനുള്ള മടി ഭയങ്കര മടിയുണ്ട്. മടിയാണ്. നിങ്ങൾ വീട്ടിലാരൊക്കെ ഉണ്ട്? ഞാനും എന്റെ പെണ്ണുങ്ങളും പോത്തും. അതല്ല, നിങ്ങളെ വീട്ടിലാരൊക്കെ ഉണ്ട്? അതന്നെ പറഞ്ഞത്, ഞാനും എന്റെ പെണ്ണുങ്ങളും പോത്തും. അത് നിങ്ങൾ പാത്തിക്കോ. അത് നമ്മളെ രീതിയിൽ അത് നിങ്ങൾ വീട്ടിൽ ചെയ്യുന്ന കാര്യമില്ല. അത് നിങ്ങൾ ചെയ്തോ, അത് നമുക്ക് വിഷയമല്ല. നിങ്ങൾ വീട്ടിലാരൊക്കെ ഉണ്ടെന്ന് ഞാൻ ചോദിച്ചേ. എന്റെ മകളുടെ പേരാണ് പോത്തേ. ഓള് പറയാൻ വേണ്ടി പെരീക്ക് വന്നിക്കണ്. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ പെരിയിൽ ഞാനും പെണ്ണുങ്ങളും ഓളിനുള്ളൂ, മകളനുള്ളൂ. അവളെ പേരാണ് ഈ പോത്തു. അതാ നിങ്ങൾ പറഞ്ഞത്. ഞങ്ങൾക്ക് പിന്നെ ഭർത്താവിന്റെ വേറെ മാതിരിയാണ്. നമ്മ ജോത്സ്യനാകുമ്പോ നമ്മള് ആ ഒരു ഭാഷ നമ്മൾ സംസാരിക്കുള്ളൂ. നമ്മ ഭാഷ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അതാ നിങ്ങള് അങ്ങനെ. നിങ്ങള് മുസ്ലിംസ് അല്ലേ? അപ്പൊ നിങ്ങള് ആ ലെവലിൽ നിങ്ങൾ സംസാരിക്കുക. നിങ്ങളെ ഭർത്താനും എന്റെ ഭർത്താനും മാറ്റണ്ടേ? അത് ഓരോരുത്തർ ജാതി ആകുമ്പോ നമുക്ക് ആ ഇതിലെ സംസാര ശൈലി ഉണ്ടാവുക. അതുകൊണ്ടാണ് അങ്ങനെ തന്നെ. അതാണ് നിങ്ങൾക്ക് മനസ്സിലാവുക. ബീരാമോചേരെ ഭർത്താനേ എളുപ്പം തീരി. അത് പിന്നെ നിങ്ങൾ മൂലയരായിട്ട് നിങ്ങൾക്ക് മൂലയന്മാരെ കാണും. നിങ്ങളെ ഭാഷയൊക്കെ ഒരേമാരാകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അത് നമ്മ ജോത്സ്യനാകുമ്പോ നമുക്ക് ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. അതാണ് നിങ്ങൾ സംസാരത്തിൽ ഒരു ഇത് കിട്ടാത്തത്. അപ്പൊ ഞാന് ഇതന്നെ ആരെയും പണിക്ക് വിളിച്ചാണെങ്കിൽ പോകാൻ മടി. മടിയായിട്ടിരിക്കാണ്. ഇങ്ങനെ ഉറങ്ങണം ഇങ്ങനെ തോന്നാ. പണിക്ക് പോകാൻ മടിയാണെങ്കിൽ നിങ്ങൾ വീട്ടിലെ ചെലവൊക്കെ ആരാ നോക്കണേ? നിങ്ങളെ പെണ്ണുങ്ങൾ തൊഴിലുറപ്പിന്റെ പണിക്കൊണ്ടേ. അവരാണോ നോക്കണേ? ഇതൊക്കെ അവരാണ് നോക്കണേ അല്ലെ? ചെലവൊക്കെ ഞങ്ങൾക്കൊരു താളിപ്പുണ്ടായാൽ മതി, ചെലവഴിഞ്ഞ് പോകും. വല്ല കൂട്ടാനൊന്നും വേണ്ട. അപ്പൊ അങ്ങനെ ചെലവഴിഞ്ഞ് പോലാണ്. അപ്പൊ ഇതെന്താ വെച്ചാൽ നിങ്ങൾക്കൊരു മടിയം ബാധ കൂടിയിരിക്കണം നിങ്ങളെ മേത്ത്. അപ്പൊ നമുക്ക് ആ മടിയം ബാധ നമുക്കൊണ്ട് ഒഴിവാക്കണം. എങ്ങനെപ്പോ ഒഴിവാക്കുക? അത് ഒഴിവാക്കച്ച നമ്മുടെ കയ്യില് നമ്മളെ മന്ത്രിച്ച് വെച്ച ഒരു വടിയുണ്ട്. ആ വടിയോടെ നിങ്ങളുടെ മേലൊന്ന് ഒഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് മേല് ഒഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മടിയൊക്കെ മാറും.
നല്ല സുഖ ഞാൻ കടന്നോളാം. കറക്കണ നിങ്ങ അവിടെ ഇരുന്നോളൂ. നമുക്ക് ഇരുന്ന് ഇരുന്നാ ചെയ്താൽ മതി. ആയിക്കോട്ടെ. ചെയ്താൽ മതി. നമ്മ ആ വടി എടുത്തിട്ട് നമ്മ ഒന്ന് ചെയ്യാം. അതുകൊണ്ട് നിങ്ങളുടെ മടിയൊക്കെ മാറും. ആയിക്കോട്ടെ. എങ്കിൽ നമുക്ക് അതൊന്ന് നോക്കാം കേട്ടോ. നമ്മ വടി എടുത്ത് വരാം. ആ വഴി എടുത്തു. കുഞ്ഞിന്റെ കാലം ഒരു പാടായിക്കണം. ഒരു ഉച്ചലക്കാണ് നടത്തിയാലേ ആണ് മാറും. അയ്യോ ആ എത്ര ജോത്സ കുണ്ടമ്പടിയാ. ഇത് വടി കൊണ്ട് നമുക്ക് ഒഴിഞ്ഞാല നിങ്ങ മടിയൊക്കെ മാറും. ആ അപ്പൊ നമുക്ക് ഒന്നുകൂടി നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് തുടങ്ങാല്ലേ? ആ നിങ്ങള് ആ പണിയുടെ കാര്യം ഒന്ന് മനസ്സ് വിചാരിച്ചോളൂ കേട്ടോ. ഓ ആയിക്കോട്ടെ. ഇക്കിളി കൂട്ടാണല്ലോ നിങ്ങള്, ചെറുപ്പിച്ചത് നിങ്ങളെ. നിങ്ങ ഒന്ന് നിന്നോളാ. നിന്നതിന് ശേഷം നമുക്ക് ബാക്കി ഭാഗം നമുക്ക് പിന്നെ ആട്ടാം. നമുക്ക് ആയിക്കോട്ടെ. അവിടെ നിന്നോളൂ. തുണി നിൽക്കട്ടെ. തുണിയെ കൊടുത്തോളൂ. വൈദ്യരെ ജോസലെ. ആ നിങ്ങ റെഡി ആയില്ലേ? നമുക്ക് ബാക്കിയുള്ള ഭാഗം നമുക്ക് കളയാം കേട്ടോ. നിങ്ങ പേരെന്തോ? പേര് പറഞ്ഞില്ല നിങ്ങൾ? അയമുട്ടി. നിങ്ങ ഈ അയമുട്ടിയുടെ മേത്തുള്ള ഈ ബാധം ഒന്ന് പോണം. നിങ്ങളുടെ ഇറങ്ങി പോവാ. അയമുട്ടിയുടെ മേത്തുള്ള ബാധം പോവാ 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 ഇറങ്ങി പോവാ. ബാധ പോവാ. നിങ്ങൾ കാട്ടണേ ബാധ പോവാ. നിങ്ങ മടിയും ബാധ പോണ്ടേ? ഇറങ്ങി പോവാ. ബാധ പോവാ. ഇറങ്ങി പോവാ. നിങ്ങളുടെ ഇറങ്ങി പോവാ. നിങ്ങ എന്തായി കാണിക്കണേ? അയ്യോ എന്തായി കാണിക്കണേ? എന്തായി കാണിക്കണേ? എത്ര നേരം അടിച്ചോണ്ട് പിന്നെ അയ്യോ എന്റെ നടൊടിഞ്ഞു. അയ്യോ എന്താ നിങ്ങ ഈ കാണിക്കണേ? അയ്യോ എത്ര നേരത്തെ കാട്ടിയത് മേത്ത് കിടക്കിയേ. എത്തത് ഇങ്ങനെ അടി കൊള്ളേ. അയ്യോ ഒന്നുകൂടി വരാം. അയ്യോ ഒന്നുകൂടി അത് പിടിക്കാം. എന്ത് പറ്റി? ആരാ ശുഭൻ? നിങ്ങളാ? ആരാ ശുഭൻ? അദ്ദേഹം അടിച്ചു തന്നെ ഇട്ടു ഇവിടെ. അദ്ദേഹത്തിന് പ്രാന്താണ്. അയാളെ നമ്മ ഇവിടെ ചികിത്സിക്കണം. അദ്ദേഹത്തിന് പ്രാന്താശുപത്രി കൊണ്ടുപോകണം. നിങ്ങൾ ഇവിടെ നിങ്ങൾ അവിടെ പോയി പോയി എന്റെ ഊരെ പോയി ഒക്കെ പോയി നിങ്ങൾ കൊണ്ടുപോയി നിങ്ങൾ പൊക്കോളൂ. അയ്യോ ഓരോ ശുഭന്മാര് വരും ഇങ്ങോട്ട്. നമ്മുടെ മേനയും പോയി എല്ലാം പോയി. സാവത്തിരി ആ കഷായം എടുത്തോളാ. ഇതെന്താ അയാളെ കാട്ടിയേ? അത് ഞാൻ അയാളെ കാട്ടണെത്താ. അയാളത്ത് കാട്ടിന്നെ അയാളെ ഞാൻ ഇവിടെ ഇങ്ങനെ ഇന്നപ്പോ എന്നോട് പറഞ്ഞ് ഞാൻ എല്ലാം പറഞ്ഞെടുത്തപ്പോ അയാൾ എന്നോട് പറഞ്ഞു അന്റെ മേത്ത് ബാധ കൂടിനാ പറഞ്ഞു. അപ്പൊ ബാധ കൂടി. അപ്പൊ പറഞ്ഞാല് അതിന് വടി കൊണ്ട് ഉജ്ജണം പറഞ്ഞു. അത് വടി കൊണ്ട് എന്നായിക്കോട്ടെ വടി കൊണ്ട് ഉഞ്ഞോളിയായിരുന്നു. ഞാനും ഉജ്ജല്ലേ, ഞാനത് കരുതിയത്. എന്നിട്ട് അയാൾ ഇങ്ങനെ പുറത്ത് ഇങ്ങനെ ഇക്കിളി കൂട്ടച്ച് ഇങ്ങനെ ചെറിയും പോന്നു. പിന്നെ തുടങ്ങിയ അയാൾ പേറല് പിന്നെ കൊണ്ടിരിക്കോ ഏതാ ഞാൻ ഇങ്ങനെ ആരാ കൊണ്ടിരിക്കുക എന്തുമാതിരി അയാൾ അടിച്ചോ. പിന്നെ തിരിച്ചടിച്ചു. പിന്നെ എല്ലാരും ഇങ്ങോട്ട് അടിച്ച പിന്നെ അങ്ങോട്ട് അടിച്ചടിക്കുക. അത് അനക്ക് ആയി നോക്കണം. അത് അരച്ചിന്റെ ഭാഗം നോക്കി ഇങ്ങനെ പേറുക. എത്ര ചെയ്ത് നമ്മളെ കൊണ്ടുപോകുക പോനാ ഇല്ലാണ്. പിന്നെ പണിയും വേണ്ട എന്തും വേണ്ട. ഒക്സിജനും വേണ്ട മോളിയും വേണ്ട നടക്കാനായിട്ട് വരും. ഇല്ല